മലയാള സിനിമയുടെ തലപ്പൊക്കവും അഭിനയവുമായ മഹാനടൻ മമ്മൂട്ടി 74-ാം പിറന്നാൾ നിറവിലാണ്. ഒരു സാധാരണക്കാരനായി ജീവിതം ആരംഭിച്ച് അനുഭവങ്ങളുടെ തീച്ചുളയിൽപ്പെട്ട് സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിച്ച മലയാള സിനിമയുടെ ഇതിഹാസമായി മാറിയ മമ്മൂട്ടി എന്ന നടന്റെ ജീവിതം ഓരോ മലയാളികൾക്കും പ്രചോദനമാണ്. ഈ പിറന്നാൾ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ഇരട്ടി മധുരമുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളെ തുടർന്ന് ആശങ്കയിലായിരുന്ന അദ്ദേഹം ഇപ്പോൾ രോഗവിമുക്തനായി മടങ്ങി വരുന്നതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ആരാധകരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് സമൂഹ മാധ്യമങ്ങളിലും നേരിട്ടും അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നേർന്നത്. നടനായി മോഹൻലാൽ പറഞ്ഞതുപോലെ മമ്മൂക്കയുടെ തിരിച്ചുവരവ് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഒരുപാട് പേരുടെ പ്രാർത്ഥന അതിന് പിന്നിലുണ്ട്. ഈ വാക്കുകൾ മമ്മൂട്ടി എന്ന നടനോടുള്ള മലയാളികളുടെ പൊതുവികാരത്തിന്റെ പ്രതിഫലനമാണ്. 1951 സെപ്റ്റംബർ 7 കോട്ടയം ജില്ലയിലെ ചെമ്പിൽ ഇസ്മായിൽ ഫാത്തിമ ദമ്പതികളുടെ മകനായി ജനിച്ച PI മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി മലയാള സിനിമയുടെ അഭിമാനമായി മാറിയത് കഠിനാധ്വാനത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയുമാണ്. ഒരു അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം കാരണം സിനിമയിലേക്ക് വരികയായിരുന്നു. 1971 പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിലൂടെയാണ് മമ്മൂട്ടി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് 1973 പുറത്തിറങ്ങിയ കാലചക്ര എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി സംഭാഷണമുള്ളൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കരിയറിലെ വഴിത്തിരിവായി മാറിയത് 1980 KG ജോർജ് സംവിധാനം ചെയ്ത മേള എന്ന ചിത്രമാണ്. ഈ ചിത്രം അദ്ദേഹത്തിന് ഒരു നടൻ എന്ന നിലയിൽ ശ്രദ്ധ നേടിക്കൊടുത്തു. പിന്നീട് മലയാള സിനിമയുടെ ചരിത്രം മമ്മൂട്ടിയുടെ പേരിലാണ് എഴുതപ്പെട്ടത്. വടക്കൻ വീരഗാഥയിലെ ചന്തു, മതിലുകളിലെ ബഷീർ, വിധേയനിലെ ഭാസ്കര പട്ടേലർ, പൊന്തൻമടയിലെ മാട, ന്യൂഡൽഹിയിലെ GK, വല്യേട്ടനിലെ വല്യേട്ടൻ, പാലേരി മാണിക്യം, ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിലെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ, പ്രമേയുഗത്തിലെ കുഞ്ഞുമോൻ, പുഴുവിലെ കുട്ടൻ, നാൽപ്പകൽ നേരത്ത് മയക്കത്തിലെ ജെയിംസ് തുടങ്ങി നിരവധി കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ഓരോ കാലഘട്ടത്തിലെയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി.